ഞാനൊന്ന് ഏറെ നടന്ന ആഗ്രഹമായിരുന്നു നിങ്ങളുടെ അടുത്ത് വരാൻ. അങ്ങനെ നിങ്ങളുടെ അടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നേ ഞാനിവിടെ വന്നപ്പം പിന്നെ നിങ്ങൾ ഫോട്ടോ എടുത്തായിരുന്നു, ഇതുപോലെ വീഡിയോ എടുത്തായിരുന്നു. ഇവര് ഞാൻ അതുപോലെ വീഡിയോ എടുക്കാൻ വന്നതാണ്. എന്താ ആരായിരുന്നു ആരാണോ എന്തോ എനിക്ക് എൻ്റെ കുഞ്ഞാണെന്നോന്നാണ് യൂട്യൂബ് ചാനൽ തുടങ്ങും. അതിലാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിലെത്താൻ കഴിയുന്നത്. ഞാൻ അങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. അപ്പം എല്ലാവർക്കും നന്ദി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. അത് രാവിലെ എവിടേക്കാണ് പോകുന്നതെന്ന് ഒരു സംശയം വന്നില്ലേ? എനിക്കൊരു കോമ്പറ്റീറ്റീവ് എക്സാം ഉണ്ട്, അതും മോർണിംഗ് ഷിഫ്റ്റിൽ. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. പടച്ചോ സഹായിച്ച് ജില്ലമാരി എക്സാം സെൻറ്റർ വന്നില്ല, അതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രത്ത് വെച്ചാണ് എക്സാം. പക്ഷേങ്കിൽ സിറ്റിയിലും അല്ല കേട്ടോ എക്സാം സെൻറ്റർ. ഞങ്ങളെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഫാസ്റ്റിലാട്ടോ കയറി വന്നത്. ഒരു 5:30ക്കുള്ള ഫാസ്റ്റ് കയറി 6 മണിയായപ്പോൾ കാറിയിട്ട് വന്നിട്ട് അവിടെ നിന്ന് അടുത്ത ബസ് കാത്ത് നിൽക്കായിരുന്നു. വന്ന ഉടനെ തന്നെ ഞങ്ങൾക്കൊരു പ്രൈവറ്റ് ബസ് കിട്ടി. അതൊരു 6 മണിയൊക്കെ ആയപ്പോൾ എടുക്കുകയും ചെയ്തു. അപ്പോൾ രാവിലത്തെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. നേരം പുലർന്നു വരുന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാനുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് നിന്നപ്പോഴാണ് ഉമ്മച്ചിക്ക് അറിയാവുന്ന ഒരു ആൻറ്റീനെയും ആൻറ്റിയുടെ മോളെയും കണ്ടത്. അവരിതുപോലെ എക്സാം എഴുതാൻ വേണ്ടി വന്നതാട്ടോ. ആ ചേച്ചി ഇതിന് മുന്നേ എക്സാം എഴുതിയിട്ടുള്ളതുകൊണ്ട് തന്നെ ആ ചേച്ചിക്ക് എങ്ങനെയാണ് എക്സാമിൻ്റെ പാറ്റേൺ എന്നും അതുപോലെ തന്നെ ബസ് ഇപ്പോൾ കോളേജിലേക്ക് പോകാനുണ്ടെന്നൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ അവരെ കൂടെ ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ കോളേജിൻ്റെ അങ്ങോട്ട് പോകാനുള്ള ബസ് കിട്ടി. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി കോളേജിൽ വന്നിറങ്ങി. എൻ്റെ കൂടെ വേറെയും എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട് എക്സാം എഴുതാനായിട്ട്. ഒരാൾ ഞാൻ വന്നതിന് ശേഷമാണ് വന്നത്, വേറൊരാൾ ഞാൻ വരുന്നതിന് മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് എവിടെയാണ് അവൾ ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ അവളെ കോൾ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഏതോ ഒരു ഇവിടുത്തെ ഫുഡ് കോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ടെന്ന്. അങ്ങനെ ഞാൻ അവിടുത്തെ ഫുഡ് കോർട്ട് തപ്പി നടക്കുകയാണ്. പിറകേന്ന് ഉമ്മച്ചിയും വരുന്നുണ്ട്. എക്സാം സെൻറ്റർ എവിടെയാണെന്ന് പറഞ്ഞില്ല അല്ലേ? രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലായിരുന്നു കേട്ടോ. ഞാൻ ഇവരെ കോളേജ് ബസ് കണ്ടിട്ടുണ്ടെന്നല്ലാതെ കോളേജ് കണ്ടിട്ടില്ല. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമൊക്കെ നടക്കുന്ന സെൻറ്റർ ആയതുകൊണ്ട് തന്നെ വലുതായിരിക്കുമെന്നൊരു ഊഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇത് കുറച്ചധികം വലുതായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ തപ്പി ഫുഡ് കോർട്ടിൽ ചെന്നു ഗൈസ്. പക്ഷേങ്കിൽ എൻ്റെ ഫ്രണ്ട് ഈ ഫുഡ് കോർട്ടിലല്ലായിരുന്നു, ഏറ്റവും താഴെ. അതായത് ഞങ്ങൾ കയറി വന്ന് അവിടെ ഒരു ചെറിയൊരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു, അവിടെ ആട്ടോ വരുന്നത്. പക്ഷേ ഞാൻ വന്ന ടൈമിൽ അവൾ അവിടെ നോക്കി. അത്രയും ആളുകളെ ഇടയിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കണം ഞാൻ അവളെ കണ്ടില്ല, അവൾ എന്നെയും കണ്ടില്ല. അറ്റ് ലാസ്റ്റ് വീണ്ടും ഞങ്ങൾ ആ താഴേക്ക് ഇറങ്ങി ചെല്ലാണ്. പക്ഷേങ്കിൽ നല്ല ഉയരത്തിലാണ് ഈ ബിൽഡിങ്സ് ഒക്കെ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് സ്കൈ കാണാനായാലും. ഒന്നാമത് നേരം വെളുത്ത് വരുന്നതിലേ ഉള്ളൂ, അപ്പോൾ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്ന സൺറൈസൊക്കെ നമുക്ക് നല്ലതുപോലെ ഇവിടെ നിന്നാൽ കാണാം. അങ്ങനെ ഞാൻ താഴേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഫ്രണ്ടിനെ കണ്ടുപിടിച്ചതിന് ശേഷം വേറെ ആളും കൂടി വരാനുണ്ടായിരുന്നല്ലോ. ഒടുക്കം അവളും വന്നു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി നേരത്തെ കണ്ട ഫുഡ് കോർട്ടില്ലേ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എനിക്കപ്പോൾ ഉമ്മച്ചിയാണല്ലോ വന്നത്. അവരെ കൂടെ അവരുടെ അച്ഛനും കൊച്ചച്ഛനും ആട്ടോ വന്നത്. ഒരാളുടെ കൂടെ അച്ഛനും വേറൊരാളുടെ കൂടെ കൊച്ചച്ഛനുമാണ് വന്നത്. മോർണിംഗിൽ തന്നെ വന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് റെസിപ്റ്റൊക്കെ ബില്ലൊക്കെ വാങ്ങിക്കൊണ്ട് ക്യാൻറ്റീൻ്റെ അകത്തേക്ക് കയറി. ഒന്നും പറയാനില്ല ഗൈസ്, ഇത്രയും വലിയൊരു കോളേജല്ലേ, അപ്പോൾ അവരുടെ ക്യാൻറ്റീന് മോശമല്ലാത്ത രീതിക്ക് നല്ല വലിയ ക്യാൻറ്റീനാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഒരു കോളേജിൽ ഇത്രയും വലിയൊരു ക്യാൻറ്റീൻ കാണുന്നത്. എൻ്റെ കോളേജിലൊന്നും ഇത്രയും വലിയ ക്യാൻറ്റീനല്ല. അത് ഞങ്ങൾ നടക്കുന്ന വഴി പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങിങ്ങായിട്ട് ഇരിക്കുന്നവരെല്ലാം എക്സാം എഴുതാൻ വന്നവരാണ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ബില്ല് കൊടുത്തിട്ട് ഞങ്ങളുടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓൾമോസ്റ്റ് ഭൂരിഭാഗം പേരും ദോശയൊക്കെ തന്നെയാട്ടോ വാങ്ങിയത്. ഞങ്ങൾ നോർമൽ ദോശയാണ് വാങ്ങിയത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്കുള്ള ഫുഡ് വന്നു. അപ്പോൾ സാമ്പാറും ചമ്മന്തിക്കറിയും
ഒക്കെ ആയിട്ട് നമ്മൾ തന്നെ കറീസ് നമ്മൾ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ വാരിക്കോരി ഒഴിക്കുന്നുണ്ട്, കാരണം ഒന്നാമത് വിശന്നിരിക്കുകയാണല്ലോ. അപ്പോൾ കുറച്ചധികം കറി എടുത്തിട്ട് നല്ലതുപോലെ കഴിക്കാമെന്നുള്ളൊരു ധാരണയിലാണ് ഞങ്ങൾ അവിടെ പോയി ഇരുന്നത്. പക്ഷേ എങ്കിൽ സത്യം പറയാമല്ലോ, ആ കറി വായിൽ വെക്കാൻ കൊള്ളൂലായിരുന്നു. ദോശയെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഇന്നലത്തെ ദോശമാവ് വെച്ചുണ്ടാക്കിയാണെന്ന്. പിന്നെ ആഹാരത്തിന് നമ്മൾ കുറ്റം പറയാൻ പാടില്ല, എന്നാലും പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, അപ്പം നമുക്ക് കുറ്റം പറയാം. 8 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ എക്സാം ഹാളിലേക്ക് കയറിപ്പോവും. പിന്നെ ഒരു 12:30 കഴിഞ്ഞിട്ടേ ഇറങ്ങിയുള്ളൂ. അപ്പോൾ അന്നേരം വരെ ഒറ്റ ഇരിപ്പിരിക്കാനുള്ളൊരു ശക്തി വേണമെങ്കിൽ ഫുഡ് വല്ലതും വായിലോട്ട് പോകണമല്ലോ, വയറ്റിലോട്ട് പോകണമല്ലോ. അതുകൊണ്ട് തന്നെ എങ്ങനെയും കഴിച്ച് തീർത്തതാട്ടോ. പിന്നെ അതിന് ശേഷം ഒന്ന് വാഷ്റൂമിലും കൂടി പോയിട്ട് ഞങ്ങൾക്ക് എക്സാം ഹാളിലോട്ട് കയറാമെന്നാണ് എഴുതിയത്. പക്ഷേങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു വാഷ്റൂമിൽ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ താഴെ ഹാളിലേക്ക് ഇറങ്ങി വന്നു, താഴെ ബ്ലോക്കിലേക്ക് ഇറങ്ങി വന്നു. ആ കാണുന്ന നിർമ്മൽ ബ്ലോക്കിലാട്ടോ ഞങ്ങളുടെ എക്സാം ഹാളിലേക്ക് കയറാൻ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മുടെ അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ ID പ്രൂഫും എടുത്തുകൊണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറാണ്. ഇനി ഒരു 12:30 വരെ ആ എക്സാം ഹാളിലായിരിക്കും ഞാൻ. പുറത്ത് ഉമ്മച്ചി എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എക്സാം ഹാളിൽ കയറിയതിന് ശേഷം ഉമ്മ പിന്നെ വീണ്ടും നമ്മൾ നേരത്തെ കണ്ട ഫുഡ് കോർട്ടിലെ അവിടെ വന്നിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ പാരൻസും അവിടെയൊക്കെ തന്നെയാണ് കേട്ടോ കുറച്ച് നേരം ഇരുന്നത്. പിന്നെ ഉമ്മച്ചി കോളേജിൻ്റെ ബാക്കും ഫ്രണ്ടൊക്കെ ആയിട്ട് ഓരോ വീഡിയോസൊക്കെ എടുത്ത്. ഈ ബിൽഡിങ്സ് എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ ഇത്ര പൊക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ തണലുള്ള ഭാഗങ്ങളൊക്കെ എപ്പോഴും ഒരു കൺകുളിർമയാണല്ലോ. കുറച്ച് നേരം ഉമ്മച്ചി അടുത്തുള്ള പാരൻസിനോടൊപ്പം മക്കളെയൊക്കെ പറ്റി സംസാരിച്ചിരുന്നു, നോർമൽ പാരൻസ് തിങ്സ്. പിന്നെ എൻ്റെ ഉമ്മയുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ പോയാലും ആരെങ്കിലുമായിട്ട് ഉമ്മ പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവുകയും ഷീസ് എൻ എക്സ്ട്രോവേർട്ട് ബട്ട് സംടൈംസ് ഇൻട്രോവേർട്ട് എന്ന് വേണേലും പറയാം. ഞാനത് പറയാൻ കാരണം 12:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ബട്ട് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ആട്ടോ ഞങ്ങൾ പുറത്തേക്ക് വന്നത്. വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ വന്ന ടൈം മുതൽ ഞങ്ങൾ കോളേജ് ഗേറ്റ് കടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കും വരെയും നടന്ന് പോകുമ്പോഴും ഉമ്മച്ചി ഒരു മനു ചേട്ടനെ പറ്റിയാട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ചേട്ടൻ അനിയത്തെയും കൊണ്ടാണ് എക്സാം എഴുതിക്കാൻ വന്നത്. ആ നേരത്തെ നമ്മൾ ഈ കാണുന്ന പാറയില്ലേ, ഈ പാറയിലിരുന്നാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ചേട്ടൻ സെൻട്രൽ ഗവൺമെൻറ്റിലാണ് ജോബ് ചെയ്യുന്നത്. അപ്പോൾ ആ ചേട്ടന് ജോബ് കിട്ടിയ കാര്യവും ആ ചേട്ടൻ്റെ ഫാമിലി സിറ്റുവേഷൻസും ആ ചേട്ടൻ പഠിച്ചതും അങ്ങനെ വേണ്ട ഓൾമോസ്റ്റ് അവരെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നുകൊണ്ട് തന്നെ ഉമ്മച്ചിക്ക് ആ ചേട്ടനെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ചേട്ടനെ പറ്റി പറയണം, ആ ചേട്ടൻ ഈ ഒരു 25 ഏജിനുള്ളിൽ തന്നെ ആ ചേട്ടൻ സെൻട്രൽ ഗവൺമെൻറ്റിൽ ജോബിൽ കയറി. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇതായിട്ട് എൻ്റെ ഉമ്മ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ടായിരുന്നു, നീ കുറച്ചും കൂടി നേരത്തെയാണ് ഇറങ്ങിയെങ്കിൽ ആ ചേട്ടനെ നിനക്ക് പരിചയപ്പെടാമായിരുന്നു എന്നൊക്കെ. ഇവർ കാറിലാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഓരോ കാർ മുമ്പിൽ ഞമ്മ ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു, ഉമ്മച്ചിര തോ പോകുന്നു മനു വർമ്മയെന്ന്. പക്ഷേങ്കിൽ ആ ചേട്ടൻ ഞങ്ങളെ കണ്ട് കാർ നിർത്തി തന്നു ഗൈസ്. ഫുഡ് എനിക്ക് തൊളുക്കുഴിയിൽ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്, അവിടെ ഇന്നൊരു ചടങ്ങുണ്ട്. അപ്പം ഒരു ആണ്ട് നേർച്ച അല്ല മരണത്തിൻ്റെ ഒരു ഞാനിങ്ങനെ തമാശയ്ക്ക് മനുവർമ്മ പോകണമെന്ന് പറഞ്ഞാണെങ്കിലും ഞാൻ കരുതിയില്ല ഈ ചേട്ടൻ കാറ് കൊണ്ടുവന്ന് നിർത്തുമെന്നും ഞങ്ങളെ അകത്ത് കയറ്റുമെന്നും വണ്ടിയിൽ കൊണ്ടുപോകുമെന്നും. സീരിയസ്ലി ഗൈസ്, ഞാൻ ഭയങ്കര ഷോക്കായി. പിന്നെ ഷോക്കല്ല, എനിക്കറിയാം എൻ്റെ അമ്മച്ചി ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല പല ബെനിഫിറ്റ്സ് എനിക്ക് കിട്ടാറുമുണ്ട്. അതായത് ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എന്നെക്കാളും ഉപരി എൻ്റെ അമ്മച്ചിയായിരിക്കും പലർക്കും അറിയാവുന്നത്. ബിക്കോസ് ഇതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണ്. ഞങ്ങൾക്ക് ഇന്നൊരു വേണ്ടപ്പെട്ട, അതായത് ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകണം. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാമെന്നാണ് എഴുതിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം നടക്കുമ്പോഴാണ് ഈ ചേട്ടൻ കാറ് കൊണ്ട് നിർത്തുന്നതും ഞങ്ങളെ മെയിൻ ജംഗ്ഷനിൽ ഇറക്കി തന്നതും. അത് ഞങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരുന്നു. ഒരു ഹെൽപ്ഫുള്ളാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അല്ലെങ്കിൽ ഞങ്ങൾ കുറേ ലേറ്റായി പോയിനായിരുന്നു. ഇതിപ്പോൾ ഞങ്ങളൊരു ഹാഫ് മണിക്കൂർ എന്ത് ചെയ്യണം വെയിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ഞങ്ങളൊരു 15 മിനിറ്റ്സ് കൊണ്ട് തന്നെ എത്തുകയും ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് മെയിൻ ജംഗ്ഷനിൽ ഇറങ്ങി അവരുടെ ബൈക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബസ്സിൽ കയറി ഞങ്ങൾക്ക് പോകാനുള്ള റൂട്ടിലിറങ്ങി. ഓക്കെ 7 മണിക്ക് ക്ലാസ്സിൽ കയറി 7:30. അപ്പോൾ രാവിലെ 5:30 ഫാസ്റ്റിന് പോയി. എന്നിട്ടിപ്പോൾ 12:30 കഴിഞ്ഞുകൊണ്ടേന്ന് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞങ്ങൾ വന്ന് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുകയാണ്. നിങ്ങൾ വീഡിയോയുടെ ഇൻട്രോയിൽ ഒരു കുട്ടിയുടെ ടോക്ക് കേട്ടില്ലായിരുന്നോ?
എൻ്റെ മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ നിങ്ങൾ അവളെ കണ്ടിട്ടുണ്ടാവും. ഇപ്രാവശ്യം അവൾക്ക് ഇവിടെ ഞാൻ നേർച്ചയ്ക്ക് വന്നപ്പോൾ വീഡിയോയിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ലാസ്റ്റ് ഞാൻ ഈ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ മിക്കവരും സ്കിപ്പ് ചെയ്ത് അറിയാമെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ തന്നെ അവളെ ക്ലിപ്പിട്ടത്. ഇന്ന് ഞാനൊരു ഫംഗ്ഷന് ഇവിടെ വന്നതാണ്. ഞാൻ എൻ്റെ റുഷ കുഞ്ഞായ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ട് ഫുള്ള് തിരയുണ്ട്. പക്ഷേ ഞാൻ പിന്നെ ലാസ്റ്റ് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. എല്ലാവരും കണ്ടുമുട്ടാൻ എനിക്കിന്ന് കഴിഞ്ഞു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമുക്ക് ഇനി വീഡിയോ കാണുമ്പോൾ അടുത്തത് പറയാം. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ഇടാനും നിങ്ങൾ മറന്നു പോകരുത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമായിരിക്കും. ബൈ.